ഹലോ ആൾ വെൽക്കം ബാക്ക്. ഇത് ലാസ്റ്റ് 10 ഡേയ്സ് സ്റ്റഡി ചലഞ്ച് ആണ്. ലാസ്റ്റ് 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, 10 ദിവസം ആയിട്ടില്ല, ലാസ്റ്റ് 10 ഡേയ്സ് ആയിട്ടില്ല. ഇപ്പം തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് നിങ്ങൾ 10 ഡേയ്സിന് മുന്നേ തന്നെ നിങ്ങൾ കാണണം, നല്ലത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. ജസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ഒരു ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല നല്ല കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഇത് 2024 നീറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ്. ഇനി സ്റ്റഡി പ്ലാൻ ഒന്നും ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ചാൽ ഇനി സ്റ്റഡി പ്ലാൻ ഉണ്ടാകുന്ന സമയമല്ല. ഇതാണ് ഏറ്റവും മോസ്റ്റ് എക്സ്ക്ലൂസീവ് ലാസ്റ്റ് സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. ഞാൻ ഉപയോഗിച്ച സ്റ്റഡി പ്ലാൻ ആണ് ഇത്. 100% ആയിട്ട് വർക്കൗട്ട് ആകുന്ന സ്റ്റഡി പ്ലാൻ ആണ്. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 10 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ്. പെട്ടെന്ന് തന്നെ പറയുന്നതായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കും സമയമല്ല, എനിക്കും സമയമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, ഇത് നോർമൽ സ്പീഡിൽ തന്നെ കാണുന്നില്ല, സ്പീഡ് കൂട്ടിയിട്ട് വീഡിയോസ് വാച്ച് ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് ഒക്കെ കിട്ടണം. നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കമ്മ്യൂണിറ്റി പോലെ കമ്മ്യൂണിറ്റിയിലോട്ട് പോലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ടെലഗ്രാമാണ്. ഏകദേശം 4000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇത് വാട്സപ്പാണ്. ഏകദേശം 2800 സബ്സ്ക്രൈബേഴ്സ് വാട്സപ്പിലും ഉണ്ട്. സോ നിങ്ങൾ വാട്സപ്പിലും ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലൊക്കെ ജോയിൻ ചെയ്യുന്ന നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് മൈൻഡ് മാപ്പ് എല്ലാ കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നിങ്ങൾക്കറിയാമല്ലോ എല്ലാവർക്കും. അതായത് നീറ്റ് 2024 എഴുതുന്ന എല്ലാ നീറ്റ് ആസ്പിറൻസ്, അതായത് റിപ്പീറ്റേഴ്സ്, റിപ്പീറ്റേഴ്സ്, സൂപ്പർ റിപ്പീറ്റേഴ്സ്, അതുപോലെ തന്നെ +2 കൂടെ എഴുതുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്ലാനാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹൗ ടു മാനേജ് ലാസ്റ്റ് 10 ഡേയ്സ്? ലാസ്റ്റ് 10 ഡേയ്സിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ മസ്റ്റായിട്ട് എക്സാംസ് എഴുതണം. എക്സാംസ് എങ്ങനെയാണ്? എക്സാംസ് മാത്രം എഴുതിയാൽ പോരാ. ഇത്രയും കാലം നിങ്ങൾ എക്സാംസ് മാത്രമാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി സ്ട്രാറ്റജി മാറ്റണം. എക്സാംസ് മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു 600 അബോവ് കടക്കാൻ പറ്റൂല. അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ NCERT ആണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇൻഓർഗാനിക്, ഓർഗാനിക് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ബയോളജി ഒക്കെ NCERT ആണ്. പിന്നെ ഷോർട്ട് നോട്ട് യൂസ് ചെയ്യാം. തീർച്ചയായിട്ടും ഫിസിക്കൽ കെമിസ്ട്രിക്ക്, ഫിസിക്കൽ കെമിസ്ട്രി ആൻഡ് ഫിസിക്സിന് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്നത് ഷോർട്ട് നോട്ടാണ്. ഇനി മുതൽ യൂസ് ചെയ്ത് തുടങ്ങേണ്ടത് ഷോർട്ട് നോട്ടാണ്. കൂടുതൽ സമയം ഷോർട്ട് നോട്ട് ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക, മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക, വാച്ച് മോട്ടിവേഷണൽ വീഡിയോസ്. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്തിട്ട് സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എക്സാം എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. എക്സാം ഇനി നിങ്ങൾ ഡെയിലി എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അതായത് ഇനിയല്ല, ലാസ്റ്റ് 10 ഡേയ്സിൽ ഡെയിലി എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പോയിന്റ്സ് മിസ് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ എക്സാം എഴുതുക. ഇന്ന് എക്സാം എഴുതുക, നാളെ എക്സാം എഴുതേണ്ട, നാളെ ഫുൾ റിവിഷൻ, ഫുൾ പഠിത്തം, മറ്റന്നാൾ എക്സാം എഴുതുക. അങ്ങനെ ആ രീതിയിലായിരിക്കും നിങ്ങൾ പ്ലാൻ. പിന്നെ ലാസ്റ്റ് 2 ദിവസത്തിൽ നിങ്ങൾ എക്സാം എഴുതേണ്ട ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. ഇപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ അറിയാമല്ലോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മസ്റ്റായിട്ട് ചെയ്യുക. ഒക്കെ പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് ഇനി എന്താ വെച്ചാൽ ബയോളജി റീഡ് ചെയ്യാനാണ് ഞാൻ ഷെഡ്യൂൾ ഞാൻ പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ NCERT എല്ലാ റിയാക്ഷൻസും നിങ്ങൾ നോക്കുക. എല്ലാ റിയാക്ഷൻസും വീണ്ടും റിവൈസ് ചെയ്യുക. അതൊക്കെ എങ്ങനെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ അതേ പറഞ്ഞതാണ്. പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യുക. ഒരു ചാപ്റ്റർ ഫുള്ളായിട്ട് റീഡ് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം റീഡ് ചെയ്യുക, വീണ്ടും റീഡ് ചെയ്യുക, മൈൻഡ് മാപ്പ് യൂസ് ചെയ്യുക. അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി എല്ലാ ചാപ്റ്റർ റീഡ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഓക്കെ, ഇത് പെട്ടെന്ന് ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മാർക്ക് ഒരിക്കലും കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ മാർക്ക് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഇപ്പോഴത്തെ മോഡൽ മാർക്കും നീറ്റിന് കിട്ടുന്ന മോഡൽ മാർക്കും എൻ്റെ മാർക്ക്, എനിക്ക് കിട്ടിയ മാർക്ക് എത്രയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഒരിക്കലും മാർക്ക് കമ്പയർ ചെയ്യേണ്ട. പിന്നെ റാങ്കുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ വേറെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ നിങ്ങൾ ഏകദേശം 15,000 20,000 കുട്ടികളെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ കോമ്പറ്റീഷൻ. ഒരിക്കലും ആ റാങ്ക് വെച്ച് കമ്പയർ ചെയ്യരുത്. ഒരിക്കലും ആ റാങ്ക് ആയിരിക്കില്ല നിങ്ങൾക്ക് നീറ്റിൽ കിട്ടുക. അതിലാരും കൂടുതൽ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഡെഫിനറ്റ്ലി റാങ്ക് വിൽ ഫ്ലക്ച്വേറ്റ് ആണ്. അതിൽ നിന്ന് നല്ല മാർക്ക്, ഇതിലാരും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മോഡലിനെക്കാളും കൂടുതൽ മാർക്ക് കിട്ടും. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ എക്സാം ഇല്ലാത്ത ദിവസം, അതായത് നിങ്ങളിപ്പോൾ ഇന്നലെ എക്സാം എഴുതി, ഇന്ന് എക്സാം എഴുതിയില്ല. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 6:30 മുതൽ 12:30 വരെ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് വെച്ചാൽ ബയോളജിയാണ് റീഡ് ചെയ്യുന്നത്. 6:30 മുതൽ 12 വരെ ബയോളജി റീഡ് ചെയ്യുക. ഒരുപാട് ചാപ്റ്റേഴ്സ് റീഡ് ചെയ്യുക. വലിയ ചാപ്റ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യുക. അതായത് ഹൈലൈറ്റ് ചെയ്ത കാര്യം മാത്രം റിവൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ 1 മണി മുതൽ 6 മണി വരെ നിങ്ങൾ കെമിസ്ട്രി നോക്കുക. പിന്നെ 6:30 മുതൽ 11:30 വരെ ഫിസിക്സ്. ഇതിൻ്റെ അടിയിലുള്ള സമയം നിങ്ങൾ ഫുഡ്, പ്രൈസ്, ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യുക. അതൊക്കെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ബയോളജി, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു ബയോളജി, ദെൻ കെമിസ്ട്രി, ദെൻ ഫിസിക്സ്. അതായത് ഫിസിക്സ് ജസ്റ്റ് ഇക്വേഷൻ ഒക്കെ റീഡ് ചെയ്താൽ മതി. കാര്യം എന്ന് വെച്ചാൽ പ്രോബ്ലം നമ്മൾ പിറ്റത്തെ ദിവസം എക്സാമിന് എഴുതുന്നുണ്ടല്ലോ. ഓക്കെ,
ഞാൻ പറഞ്ഞുതരാം. ഹൗ ടു റിവൈസ് ഫിസിക്സ് ചാപ്റ്റർ ഇൻ 10 days. ഫിസിക്സ് എങ്ങനെ റിവൈസ് എന്ന് പറഞ്ഞുതരാം. ഡെയിലി 10 ചാപ്റ്റർ, ലാസ്റ്റ് 10 days ഡെയിലി 10 ചാപ്റ്റർ ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാം ചെയ്യാൻ സമയം ഉണ്ടാവില്ല. മറന്നു പോയ തിയറീൻ്റെ അണ്ടറിൽ വരുന്ന 2-3 PYQs ചെയ്യുക. പിന്നെ മൈൻഡ് മാപ്പിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് തിയറി മാത്രം നോക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അല്ലാതെ തിയറിക്ക് NCERT റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുള്ള സമയമല്ല. കെമിസ്ട്രിക്ക് എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ഡെയിലി 4 ചാപ്റ്റർ അതിൻ്റെ ഇക്വേഷൻസ് റിവൈസ് ചെയ്യുക. ഫിസിക്സിനെ പോലെ തന്നെ റിവൈസ് ചെയ്യുക. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ഇനോർഗാനിക് കെമിസ്ട്രിൻ്റെ റിവിഷൻ എന്താ വെച്ചാൽ ഇനോർഗാനിക് കെമിസ്ട്രി ഡെയിലി 3 ചാപ്റ്റർ. അതൊക്കെ വളരെ സിമ്പിളാണ്. എന്താ വെച്ചാൽ ചാപ്റ്റർ ഫുള്ളായിട്ട് റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈലൈറ്റ് ചെയ്ത കാര്യം റീഡ് ചെയ്യുക, അതിനുശേഷം മൈൻഡ് മാപ്പ് റീഡ് ചെയ്യുക, അങ്ങനെ വീണ്ടും റിവൈസ് ചെയ്യുക. ഓക്കെ, ഡെയിലി 3 ചാപ്റ്റർ റിവൈസ് ചെയ്യുക. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ പകുതി ചാപ്റ്റർ ഓർഗാനിക് കെമിസ്ട്രി NCERT റിയാക്ഷൻസ് മാത്രം നോക്കുക. ഡെയിലി ഹാഫ് ദി ചാപ്റ്റർ, ഇന്നൊരു ഹാഫാണ് നാളെ ഒരു ഹാഫ്, അങ്ങനെ മാറ്റി കളിക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റത്തെ 2 ദിവസം നിങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ചെറിയൊരു വീഡിയോ ആണ്, പെട്ടെന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യും. ലാസ്റ്റത്തെ 2 ദിവസം, അതായത് നാളെ മീറ്റ് ആണെങ്കിൽ 2 ദിവസം മുന്നേ നിങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ റിവൈസ് പ്ലസ് സ്റ്റേ മോട്ടിവേറ്റഡ്. ഓക്കെ, റിവൈസ് ചെയ്യുക, ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, മൈൻഡ് ഡൗൺ ആക്കാതിരിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ 2 ദിവസം നിങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമില്ല. റിവൈസ്, അതുപോലെ തന്നെ സ്റ്റേ മോട്ടിവേറ്റഡ്, ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലാനിലാണ് ലാസ്റ്റ് 10 days നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒരുപാട് റിവിഷൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും മൈൻഡ് മാപ്പ് എല്ലാതും യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് പഠിച്ചിട്ട് നീറ്റ് എഴുതാൻ പോകുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തിയറി, എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ കവറായിട്ട് പോകും. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. ആൾ ദി ബെസ്റ്റ് ഗൈസ്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ഞാനും പഠിച്ചത്. എൻ്റെ ട്രിക്കാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബോർഡറിലൊക്കെ നിൽക്കുന്നവർക്ക് 550 നിൽക്കുന്നവർക്ക് 650 ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ 350, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാവും എങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു 300 മാർക്ക് കിട്ടുന്നവർക്ക് മനസ്സിലെന്താ വെച്ചാൽ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയൊക്കെ ഒരു 500 സ്കോർ ചെയ്യണം. എന്നാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അടുത്ത വർഷം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പറ്റിയൊരു പ്ലാനാണ് ഇത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. സോ ആൾ ദി ബെസ്റ്റ്.